വടകരയിൽ കോൺഗ്രസിന് റിബൽ സ്ഥാനാർത്ഥി നരിപ്പറ്റ മുൻ മണ്ഡലം സെക്രട്ടറി അബ്ദുൾ റഹീം നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്. DCC പ്രസിഡന്റിന്റെ തെറ്റായ നയങ്ങൾ ചോദ്യം ചെയ്തതിനാണ് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതെന്ന് അബ്ദുൾ റഹീം റിപ്പോർട്ടറിനോട് പറഞ്ഞു. 2-ാം തീയതി രാഹുൽ മാങ്കൂട്ടായിട്ട് സംസാരിച്ചു. അപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ എനിക്ക് മറുപടി തരാമെന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി വരെ എനിക്ക് പിന്നെ ഒരു മറുപടി തന്നിട്ടില്ല. ഞാൻ ഫോൺ വിളിച്ചേരം അദ്ദേഹം ഫോണും എടുത്തിട്ടില്ല. ഇവിടെ നീതി കിട്ടുന്നില്ല. നീതി കിട്ടാത്ത കാലത്തോളം ഞാൻ എൻ്റെ വഴിക്ക് പോവുകയാണ്. ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഒരു കാരണം വേണം. പാർട്ടി ഭരണഘടന പ്രകാരമാണ് പുറത്താക്കേണ്ടത്. സാനിയോ മനോമി നൽകും വിവരങ്ങൾ. സാനിയോ, ഈ അബ്ദുൾ റഹീം അവിടെ അത്ര സ്വാധീനമുള്ള ഒരാളാണോ? എന്താണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പരാതി? അബ്ദുൾ റഹീമിന്റെ പരാതി എന്ന് പറയുന്നത് DCC പ്രസിഡന്റിന്റെ തെറ്റായ നടപടികൾ നിരന്തരമായി ചോദ്യം ചെയ്തതിന്റെ ഭാഗമായി തന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി എന്നതാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ മുല്ലപ്പള്ളി അടക്കമുള്ള നേതാക്കൾ റഹീമിനോട് സംസാരിച്ചിരുന്നു. എന്നാൽ രാഹുൽ അത് പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പ്രശ്നത്തിന് പരിഹാരമൊന്നും ആയില്ല എന്നാണ് അബ്ദുൾ റഹീം പറയുന്നത്. ഇന്നലെ രാത്രി വരെയും ഫോൺ വിളിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോൺ എടുക്കുന്ന സാഹചര്യം ഉണ്ടാകാതെ വന്നപ്പോഴാണ് അവസാന ദിവസമായി ഇന്ന് പത്രിക നൽകാൻ തീരുമാനിച്ചതെന്ന് പറയുന്നു. പക്ഷേ റഹീം അവകാശപ്പെടുന്നത് തനിക്ക് ആ പ്രദേശത്ത് വലിയ പിന്തുണയുണ്ട്, തന്റെ പിന്തുണയിൽ വന്ന യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയൊക്കെ വിജയിച്ചു കയറിയിട്ടുണ്ട് എന്നൊക്കെയാണ്. പക്ഷെ അത്രമാത്രം പിന്തുണയുണ്ടോ എന്ന കാര്യം നമുക്ക് ഉറപ്പില്ല, അന്വേഷിക്കേണ്ടതായിട്ട് വരും. ഏതായാലും ഇപ്പോൾ റഹീം പത്രിക നൽകിയിരിക്കുകയാണ്. പത്രിക പിൻവലിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ശരി, സാനിയോ ആണ് വിവരങ്ങൾ നൽകിയത്.